സോ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്ലീനിയസിനെ കുറിച്ചിട്ടാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ. മിസ്ലീനിയസിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന മിസ്ലീനിയസിലെ ഒരു വൺ ഓഫ് ദ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സേവ് ദ എൻവയോൺമെന്റൽ ഫ്രം, അതായത് ചൂഷണത്തിൽ നിന്ന്, പരിസ്ഥിതി മലിനീകരണത്തിൽ നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുക, വന്യജീവികളെയും മറ്റും സംരക്ഷിക്കുക. ഇതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ടു മേക്ക് ദ അറേഞ്ച്മെന്റ് ഫോർ ഡിസ്റ്റർബൻസ് ഓഫ് ദ ഫ്രീ ലീഗൽ ജസ്റ്റിസ്, ഫ്രീ ലീഗൽ ജസ്റ്റിസിന്റെ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ത്രോ ദ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ, അതായത് സമൂഹത്തിൽ പിന്നെ തുല്യ എന്താണ് പറയുന്നത് നീതി ഉറപ്പാക്കുക, ഫ്രീ ആയിട്ടുള്ള ലെജിസ്ലേഷൻ. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടു മേക്ക് ദ അറേഞ്ച്മെന്റ് ഫോർ, അത് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കണം, ഫ്രീ ആയിട്ടുള്ള ഫ്രീ ലീഗൽ ജസ്റ്റിസ്. ഫ്രീ ലീഗൽ ജസ്റ്റിസ് ജനങ്ങളിലേക്ക് നീതി എങ്ങനെ ജനങ്ങളിലേക്ക് ഉറപ്പാക്കാൻ കഴിയും? ജനങ്ങളിലേക്ക് ഫ്രീ ലീഗൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നത് ത്രോ ദ ലെജിസ്ലേഷൻസിലൂടെയാണ്, നീതി നിർവഹണത്തിലൂടെയാണ്. അപ്പം നീതി നിർവഹണങ്ങളിലൂടെ ജനങ്ങളിലേക്ക് തുല്യ നീതി ഉറപ്പാക്കുക, സാമ്പത്തിക സമത്വം മാത്രമല്ല തുല്യ നീതിയും ജനങ്ങളിലേക്ക് ഉറപ്പാക്കുക. അപ്പോൾ ഇത്രയുമാണ് മിസ്ലീനിയസ് എന്നറിയപ്പെടുന്ന കാറ്റഗറീസിൻ്റെ അകത്ത് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കും കൂടെ ഒന്നും കൂടി കടന്നു പോകാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, സോ അപ്പം നമ്മൾ ഇത്രയും സമയം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ് അല്ലെ. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കാറ്റഗറൈസ് ചെയ്തു. എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന്, എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രിൻസിപ്പിൾ. സെക്കൻഡ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. തേർഡ്, പ്രിൻസിപ്പിൾ ഓഫ് പോളിസീസ് റിലേറ്റിംഗ് ടു അന്താരാഷ്ട്ര സമാധാനവും നീതി ഉറപ്പാക്കുക. ദെൻ മിസ്ലീനിയസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകൾ കൂടി പഠിക്കുകയാണ്. അതിൽ ഇനി പഠിക്കാൻ പോകുന്നത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, സാർവത്രികമായ വിദ്യാഭ്യാസം നമ്മൾ ഉറപ്പാക്കുക. അപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് ദ എഡ്യൂക്കേഷൻ. ചൈൽഡ് ലേബർ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് വിമൻ, അതായത് ചൈൽഡ് ലേബർ ആൻഡ് സ്റ്റാറ്റസ് ഓഫ് വിമൻസിന്റെ സ്റ്റാറ്റസ്, സ്ത്രീകളുടെ സ്റ്റാറ്റസ്, അന്തസ് ഉറപ്പാക്കുക, സ്ത്രീകളുടെ അന്തസ്സിനും കുട്ടികളുടെ, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബാലവേല നിരോധന നിയമത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചൈൽഡ് ലേബറിനെ പ്രൊഹിബിറ്റ് ചെയ്യുക, പിന്നെ ബാലവേല നിരോധനം നടപ്പിലാക്കുക ആർട്ടിക്കിൾ 24 ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത്, അതായത് ഡയറക്റ്റ്ലി അല്ല വരുന്നത്, ചൈൽഡ് ലേബറും പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് വിമൻ. ഇത്രയും കാര്യങ്ങളാണ്. ചൈൽഡ് ലേബറിനെ കുറിച്ചും പറയുന്നുണ്ട് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസിലോട്ട്. ദെൻ സ്റ്റാറ്റസ് ഓഫ് വിമൻ, ഇത് എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഇസ് ദ പാർട്ട് ഓഫ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിൽ ആദ്യം വരുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് ദി എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസത്തെ യൂണിവേഴ്സലൈസേഷൻ ചെയ്യുക. യൂണിവേഴ്സലൈസേഷൻ മീൻസ് വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുക എന്ന് പറയുമ്പോൾ ദ പെർസെൻറ്റേജ് ഓഫ് ലിറ്ററേറ്റ് പീപ്പിൾ അറ്റ് ദ ടൈം ഓഫ് ദി ഇൻഡിപെൻഡൻസ് വാസ് ഓൺലി 40%. ഇത് എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു സാക്ഷരതാ നിലവാരം ഓൺലി 14% മാത്രമായിരുന്നു. അപ്പോൾ ഒരു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ അവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ മീൻസ് സാർവത്രികമായ വിദ്യാഭ്യാസം അവിടെ ആർക്കും കിട്ടിയില്ല. ബിക്കോസ് മോർ പീപ്പിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം ബിക്കേം മോർ ഇല്ലിറ്ററേറ്റ്. അവരെങ്ങനെയുള്ളവരായിരുന്നു? നിരക്ഷരരായിരുന്നു എന്നുള്ളതാണ്. യുവർ ഗവൺമെന്റ് റിയലൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ടു ലേഡ് സ്ട്രെസ് ടു ദ സ്പ്രെഡ് ഓഫ് ദി ലിറ്ററസി എമംഗ് ദ മാസസ്. എഫർട്ട് ഹാവ് ബീൻ മേഡ് ദ ഗവൺമെന്റ് ടു റൈസ് ദിസ് ലെവൽ, ബട്ട് ദ ലാർജ് സെക്ഷൻ ഓഫ് യുവർ population is still illiterate. The foremost effort which is recorded to this field in the spread of the elementary education and its universalization due to the increased number of the dropout of the primary stage, the number of illiterate between 15 to 35 years of the age is constantly increased. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്ക് ഏകദേശം 14% ജനങ്ങൾക്ക് മാത്രമായിരുന്നു സാക്ഷരത ഉണ്ടായിരുന്നത്. ബാക്കി വരുന്ന ഒരുപാട് ജനങ്ങൾ, അല്ലെങ്കിൽ മോർ പോപ്പുലേറ്റഡ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരുപാട് പോപ്പുലേഷനിൽ വളരെ ചുരുങ്ങിയ പെർസെൻറ്റേജ് മാത്രമേ എന്താ പറയുന്നത് സാക്ഷരതായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നിരക്ഷരരായിരുന്ന വിഭാഗക്കാരായിരുന്നു. അപ്പോൾ അന്നൊരു കാലഘട്ടത്തിൽ നമുക്കൊരു വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുന്നതിൽ ആ ഗവൺമെന്റ് പിന്നിലായിരുന്നു. അപ്പോൾ അതിനെതിരെ എന്തെല്ലാം നടപടികളാണ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. യുവർ ഗവൺമെന്റ് റിയലൈസ് ദ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഗവൺമെന്റിന് മനസ്സിലായി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്. അതിന് ലേഡ് സ്ട്രെസ് ഓൺ ദ സ്പ്രെഡ് ഓഫ് ലിറ്ററസി. അപ്പോൾ ജനങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തെ, സാക്ഷരതയെ, നിലവാരത്തെ എത്തിക്കാൻ അവർ ശ്രമിച്ചു. ആൻഡ് എമംഗ് ദ മാസസ്, ജനങ്ങൾക്കിടയിലേക്ക്, എമംഗ് ദ മാസസ്. സോ എഫർട്ട് ഹാവ് ബീൻ മേഡ് ബൈ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് പലതരത്തിലുള്ള എഫർട്ടുകൾ എടുത്തു. എങ്ങനെ ഇവരുടെ വിദ്യാഭ്യാസ നിലവാരം, സാക്ഷരതാ നിലവാരം എന്താ പറയുന്നത് റൈസസ് ഇൻ ദ ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഉയർന്ന നിലവാരത്തിലേക്ക്. ബട്ട് ദ ലാർജ് സെക്ഷൻ ഓഫ് യുവർ പോപ്പുലേഷൻ ഇസ് സ്റ്റിൽ ഇല്ലിറ്ററേറ്റ്. പക്ഷെ ഇന്നും
നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ നിരക്ഷരരായിട്ട് തുടരുന്നു. സ്റ്റിൽ കണ്ടിന്യൂ ദിസ് ലേറ്റ് ആൾസോ ടു ഫോർമോസ്റ്റ് എഫർട്ട് വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ദിസ് ഫീൽഡ് ഇൻ ദ സ്പ്രെഡ് ഇല്ലിറ്ററസി. പിന്നെ ഈ ഒരു തലത്തിൽ ഇങ്ങനെ ഒരു ഇല്ലിറ്ററസി നമ്മൾ കണ്ടുവെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല, എന്തായിരിക്കും? പ്രാഥമികമായ വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയില്ല. എലമെൻ്ററി എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്കൊരു എലമെൻ്ററി എഡ്യൂക്കേഷനെങ്കിലും കിട്ടണമല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ പരിപാടി നടപ്പിലാക്കേണ്ടത്. അതായത് ദ ഫോർമോസ്റ്റ് എഫർട്ട് വിച്ച് ഈസ് റിക്കോർഡ് ഇൻ ദിസ് ഫീൽഡ് ഇൻ ദ സ്പ്രെഡ് ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ആൻഡ് ദ യൂണിവേഴ്സലൈസേഷൻ. അതായത് ഒരു പ്രാഥമികമായ എലമെൻ്ററി എഡ്യൂക്കേഷൻ, ഇതാണ് ഇയർലി ചൈൽഡ്ഹുഡ് കെയർ ഓഫ് എഡ്യൂക്കേഷന് 6 വയസ്സിന് മുന്നുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ കൊടുത്തു വന്നാൽ മാത്രമേ വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കാൻ കഴിയത്തുള്ളൂ. എലമെൻ്ററി എഡ്യൂക്കേഷൻ കൊടുക്കണം. ഡ്യൂ ടു ഇൻക്രീസ് നമ്പർ ഓഫ് ഡ്രോപ്പ് ഔട്ട് ഓഫ് ദ പ്രൈമറി സ്റ്റേജ്. ഇനിയിപ്പോൾ നമ്മൾ സ്കൂൾ തലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല കുട്ടികളും ആദ്യ കാലഘട്ടത്തിൽ കൊഴിഞ്ഞു പോകും, ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകും. നിങ്ങൾക്കറിയാം. അപ്പോൾ പണ്ട് വിദ്യാഭ്യാസ കാലഘട്ടം നടപ്പിലാക്കിയ സമയത്തൊക്കെ എന്താ പറയുന്നത്, ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ കുട്ടികൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കുട്ടികളൊക്കെ കൊഴിഞ്ഞു പോകും. കാര്യം നമുക്കറിയാം 4ാം ക്ലാസ്സിലൊക്കെ 6-7 വർഷം പഠിക്കുന്നവരുണ്ട്. കാര്യം വിജയ ശതമാനം വളരെ കുറവാണ്. കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിപ്പം നമ്മൾ എന്താ പറയുന്നത്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് കരിക്കുലമാണ്. കുട്ടികൾക്ക് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇവിടെ ഇയർലി ചൈൽഡ്ഹുഡ് കെയറിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്ത് കൊടുത്തില്ല? അപ്പോൾ ഈ കൊഴിഞ്ഞു പോക്ക് കൂടുതലായി. പല കുട്ടികൾ 5-6 വർഷം ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യാതെ അവർ എണിച്ച് പോകും. അതാണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. ഡ്യൂ ടു ഇൻക്രീസ് നമ്പർ ഓഫ് ഡ്രോപ്പ് ഔട്ട് ഓഫ് ദ പ്രൈമറി ഘട്ടത്തിൽ തന്നെ പോകും. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസം കിട്ടും. ഈ ലോൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ബിക്കം മോർ ഇല്ലിറ്ററേറ്റ്. ദ നമ്പർ ഓഫ് ഇല്ലിറ്ററസി ബിറ്റ്വീൻ 50 to 35 ഇയേഴ്സ് ഓഫ് ദി ഏജ് ഈസ് കൺസ്റ്റന്റ്ലി ഇൻക്രീസ്. അങ്ങനെ 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ നമ്മുടെ ഇന്ത്യയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇവരുടെ അതിൽ വളരെ കൂടുതൽ പേരും നിരക്ഷരരാണ്. സ്റ്റിൽ കണ്ടിന്യൂഡ് ടുഡേ ആൾസോ. ഇപ്പോഴും അങ്ങനെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പോരായ്മയായിരുന്നു ബിക്കോസ് ഡ്രോപ്പ് ഔട്ട്. പക്ഷേ ഇന്നിപ്പോൾ ഡ്രോപ്പ് ഔട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ അധികം കാണുന്നില്ല. അതിൻ്റെ പ്രശ്നം, ഈ ഡ്രോപ്പ് ഔട്ടുകൾ കാണാത്ത പ്രശ്നം എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ഇസ് പാർട്ട് ഓഫ് യുവർ കരിക്കുലം. അങ്ങനെ അക്കോർഡിംഗ് ടു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദേശീയ വിദ്യാഭ്യാസ നയം 1986. അപ്പോൾ ഇതിലൂടെ ഗവൺമെൻറ് ഹാസ് ലോഞ്ച് നാഷണൽ ലിറ്ററസി മിഷൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. കേട്ടിട്ടുണ്ടല്ലോ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ആക്ച്വലി ഇത് എന്താ അറിയോ? ഇത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് ബേസിക് നീഡ്സ് ഓഫ് ദിയർ എഡ്യൂക്കേഷൻ, പ്രാഥമികമായിട്ടുള്ള കുട്ടികൾ, അതായത് പ്രൈമറി ക്ലാസ് ഓഫ് എഡ്യൂക്കേഷനിലെ കുട്ടികൾക്ക് ബേസിക് നീഡ്സുകൾ, അവരുടെ അത്യാവശ്യ ഘടകങ്ങൾ ക്ലാസ് റൂമിൽ ലഭ്യമാണോ? ഇതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയ പോളിസീസ് ചോദിക്കും എക്സാമിനേഷന്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കി വൺ ഓഫ് ദ മെയിൻ സ്കീം എന്ന് പറയുന്നത് ഈസ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓക്കെ, ദ സ്പ്രെഡ് ഓഫ് ദ മാസ് ലിറ്ററസി പ്രൈമറി സ്റ്റേജ്. എന്തിനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നടപ്പിലാക്കിയ? ആ പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവരിലേക്കും എത്തിക്കുക. അത്യാവശ്യമായിട്ടുള്ള പ്രാഥമികമായ സാഹചര്യങ്ങൾ ക്ലാസ് റൂമിൽ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കുക. ഇതാണ് കേട്ടോ. ഇത് നോക്കൂ, ഫോർ ദോസ് ഹു വെയർ ഡിപ്രൈവ്ഡ് ദ ബെനിഫിറ്റ് ഓഫ് ദ എഡ്യൂക്കേഷൻ ദ ചൈൽഡ്ഹുഡ്, ദ ഗവൺമെന്റ് ആൻഡ് മെനി വോളണ്ടറി ഏജൻസീസ് ആർ മേക്കിംഗ് സ്പെഷ്യൽ എഫർട്ട് ടു എഡ്യൂക്കേറ്റ് ദം ബൈ ഓപ്പണിംഗ് നൈറ്റ് സ്കൂൾസ് ആൻഡ് അഡൽട്ട് ലിറ്ററസി സെന്റേഴ്സ്. ഇനി മേ ബി നമ്മൾ പറഞ്ഞു ഒരു 15 വയസ്സിന് 35 വയസ്സിന് എൻ്റെ എബോ, നമ്മൾ അത് മാത്രമല്ല എടുക്കേണ്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്കൊരു 65 ഇയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ ലിറ്ററസി മിഷന്റെ ഭാഗമായിട്ട് പലർക്കും നൈറ്റ് സ്കൂളുകളൊക്കെ തന്നെ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് എത്തിക്കണമെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. അപ്പോൾ അതൊരു ചെറിയ വിഭാഗത്തിന് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് നടപ്പിലാക്കാൻ കഴിയത്തില്ല. അപ്പോൾ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കണമെങ്കിൽ എവരിവെയർ അല്ലെങ്കിൽ ഓൾ മാസസ് ഓഫ് യുവർ പോപ്പുലേഷൻ, നമ്മുടെ പോപ്പുലേഷൻ്റെ എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കണം. അതെങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? ഇവർക്കൊക്കെ തന്നെ വോളണ്ടറി, ഇത് ഗവൺമെൻറ് മാത്രമല്ല നടപ്പിലാക്കും, ചില വോളണ്ടറി ഏജൻസീസുകൾക്ക് തന്നെ ദേ ആർ ഇൻവോൾവ്ഡ് ദിസ് പോളിസീസ് ആൾസോ, ദേ ആർ ടേക്കൻ കെയർ ഓഫ് ദിസ്. അവരെന്തായാലും എല്ലാവരും ഈ എല്ലാവരിലേക്കും വിദ്യാഭ്യാസം ലഭിക്കുന്നതിൻ്റെ സ്പെഷ്യൽ എഫർട്ട് ടു എഡ്യൂക്കേറ്റ് ദം ബൈ ദ ഓപ്പണിംഗ് നൈറ്റ് സ്കൂൾ. എന്തിനു വേണ്ടിയിട്ട്? അപ്പം ഒരു 60 65 വയസ്സിലെങ്കിൽ 50 55 വയസ്സിലൊക്കെ ഉള്ള ആൾക്കാർ അവർക്കൊരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ, അതായത് നമ്മൾ സാക്ഷരതാ ക്ലാസ്സുകൾ എന്നൊക്കെ പഴയ കാലഘട്ടത്തിൽ ലിറ്ററസി മിഷൻ്റെ പാർട്ടായിട്ട് നടപ്പിലാക്കും. അതിപ്പോൾ ഇനി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേര്.
അല്ലെ. അപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ നൈറ്റ് സ്കൂളുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ അവരെ സംബന്ധിച്ചിടത്തോളം ലിറ്ററസി ലഭ്യമാകുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ ഐഡന്റിറ്റി പേഴ്സണാലിറ്റി ഒക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധ്യമാകും. അതാണല്ലോ നമുക്ക് വേണ്ടിയിട്ടുള്ളത്. സോ അപ്പോൾ സ്പെഷ്യൽ എഫേർട്ട് ടു എഡ്യൂക്കേറ്റ് ദം ബൈ ഓപ്പണിംഗ് നൈറ്റ് സ്കൂൾസ് ആൻഡ് അഡൽട്ട് ലിറ്റററി സെന്റേഴ്സ്. അഡൽട്ട് ലിറ്റററി സെന്റേഴ്സിന്റെയും നൈറ്റ് സ്കൂളിൻ്റെ ഇസ് എ പാർട്ട് ഓഫ് ദിസ് ഓൾ ഏജൻസീസ് ആൻഡ് സെന്റേഴ്സ് വി ഹാവ് ടു പ്രൊവൈഡ് ദം. നമ്മൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഇല്ലിറ്ററസി കുറച്ച് സാക്ഷരതയിലേക്ക് എത്തിക്കാൻ നമ്മുടെ സ്റ്റേറ്റും ഏജൻസീസ് ഒക്കെ വഴി ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ നടപ്പിലാക്കും. Okay, many distance education program through the correspondence courses, distance education. For example, you also കാര്യം NIOS എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ളൊരു സംഘടനയാണ്. കാര്യം നിങ്ങൾ ഇതിൽ നിന്ന് ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് പോകുന്നില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഒരു ഏജൻസി വഴിയല്ലേ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ പലപ്പോഴും നന്നായി പഠിച്ചിരുന്നവരായിരിക്കാം മേ ബി നിങ്ങളൊക്കെ. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടി ഇത് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം തരുന്നത്? ഒരു ഏജൻസീസുകൾ വഴി അത് തന്നെയാണ് നിങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇത്തരം സെൻറ്റേഴ്സിലൂടെ നിങ്ങൾക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസവും ഡിഗ്രി വിദ്യാഭ്യാസവും PG വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ പല ഏജൻസീസുകൾ വഴി നമുക്ക് അത് എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ ഗവൺമെൻറ് തരുന്നത്? ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സിൽ വഴി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ തരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നിങ്ങളെ ഇല്ലിറ്ററേറ്റ് കുറച്ച് ലിറ്ററസി കൊണ്ടുവരിക, അതിലും ഉപരിയായിട്ട് വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കി എത്തിക്കുക. അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രികളിൽ ഒന്നും കൂടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ അതിനെക്കാട്ടും ബെറ്റർ, മോർ കണ്ടീഷൻ മോർ ബെറ്റർ. മെനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റർ, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓപ്പണിംഗ് ലേണിംഗ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, ഒരുപാട് സ്റ്റേറ്റിൽ നടപ്പിലാക്കുന്നുണ്ട്. The National Institute of Open School and several open university has been set up attain the goal of universalization of education. ഈ വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് പല ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ എക്സാമ്പിൾ ആണ്. പിന്നെ ഒരുപാട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെന്റേഴ്സ് ആർ നൗ ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ മെനി പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. ഇന്ത്യയിൽ വിവിധ രാഷ്ട്രങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ വഴി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെ സാർവത്രികമാക്കുന്നതിനുള്ള സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. Okay, then directive principle of providing free and compulsory education for the children up to the age of 14 years has been included through the 86th Amended Act 2002 in the list of the fundamental rights under Article 21A. നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിച്ചു. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട മൗലിക അവകാശങ്ങളിൽ ഒന്നാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. ഇത് ഈസ് എ പാർട്ട് ഓഫ് 86ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 21 പ്രകാരം പറയുന്നുള്ള ഒരു കാര്യമാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക. ഈസ് ദ പാർട്ട് ഓഫ് ആൾസോ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? പ്രൊവൈഡിങ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് നിർദ്ദേശക തത്വങ്ങളിലും പറയുന്നുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ളൊരു അവകാശവുമാണ്. എനിക്ക് വിദ്യാഭ്യാസം വേണം, എൻ്റെ അവകാശം, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം നിർദ്ദേശക തത്വം. ഓക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. ഇനി നമ്മൾ ചൈൽഡ് ലേബറിനെ കുറിച്ച് പഠിക്കാം. ചൈൽഡ് ലേബർ. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം? ചൈൽഡ് ലേബർ, യു ഓൾറെഡി റീഡ് ദ വൺ ഓഫ് ദി ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റി ടു ചിൽഡ്രൻ ടു ഡെവലപ്പ് ദ ഹെൽത്തി മാനർ. ആരോഗ്യപരമായിട്ടുള്ള ഒരു പരിസ്ഥിതി സാഹചര്യത്തിലൂടെ ഉള്ള അവരെ അതായത് കുട്ടികളെ ചൂഷണം ചെയ്യാതിരിക്കുക, എക്സ്പ്ലോയിറ്റേഷൻ എഗെയിൻസ്റ്റ് ചൈൽഡ്, കുട്ടികൾക്കെതിരായിട്ടുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കുക, ആരോഗ്യകരമായ അന്തരീക്ഷത്തിലും സാഹചര്യത്തിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും ജോലി ചെയ്യാനുമുള്ള സാഹചര്യം കൊടുക്കാൻ ഓൾറെഡി നമ്മൾ മെയിൻലി നേരത്തെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യു ഓൾസോ റീഡ് അബൌട്ട് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിങ്ങൾ പഠിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്താ പഠിച്ചിട്ടുള്ളത്? മൗലിക അവകാശത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 23ലും 24ലും എന്താ പഠിച്ചിട്ടുള്ളത്? സ്ത്രീകൾക്ക് കുട്ടികൾക്കും എതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും ഒഴിവാക്കുക, ബാലവേല നിരോധനം ഒഴിവാക്കുക. അപ്പോൾ ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുമ്പോൾ ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുമല്ലോ ചൈൽഡ് ലേബറിനെ കുറിച്ച് പറയുമ്പോൾ. ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 ഇയേഴ്സ് ഇൻ ദ മൈൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് വിച്ച് ആർ ഹസാർഡ്സ് ടു ദെയർ ഹെൽത്തി പ്രോഹിബിറ്റ്. അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഈ മൈൻസിലും ഈ കൽക്കരി പാടങ്ങളിലും മൈൻസിലും ഖനന പ്രവർത്തനത്തിലും ഒക്കെ ജോലി ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ ഹസാർഡ്സ് ആയിട്ടുള്ള ജോലികളാണ്. അപ്പോൾ ഇൻഡസ്ട്രീസ് വിച്ച് ആർ ഹസാർഡ്സ് ടു ദെയർ ഹെൽത്ത്, അപ്പോൾ ഇത് പ്രൊഹിബിറ്റഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ പരിസ്ഥിതി ചൂഷണം, ഇതൊക്കെ ഒരു ചൂഷണമാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത്തരത്തിലുള്ള കൽക്കരി പാടങ്ങളിലും ഖനികളും ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ ആരോഗ്യം പൂർണ്ണമായി
നടപ്പാക്കാം, ചെയ്തുകൂടാ എന്ന് പറയുന്നില്ല, പ്രൊഹിബിറ്റ്. അപ്പോൾ അത് ഹസാർഡ് സോപ്പ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വർക്കുകൾ അവരെ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാണ്ടിരിക്കല്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ അവർക്ക് മാന്യമായിട്ടുള്ള ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യാം. പക്ഷേ ഇത്തരത്തിലുള്ള കൽക്കരി പാടങ്ങളിലും കൽക്കരി ഖനികളിൽ നിന്നും തന്നെ അവർ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. കുട്ടികളുടെ ആരോഗ്യം വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്, അവരെ കൊണ്ട് എസ്പെഷ്യലി 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിൽശാലകളും മറ്റും തന്നെ അവരെ പണിയെടുപ്പിക്കുന്നത് അലവ് ചെയ്ത് നൽകുന്നതല്ല, നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ therefore their children to do some sort of work, earn money to contribute to the family എന്ന് വെച്ചാൽ കുട്ടികളും ചെയ്ത് ജോലി ചെയ്യാൻ പോവാം, നമുക്ക് തെറ്റൊന്നുമില്ല. കാര്യം അവർ ചെയ്ത് കൊണ്ടുവന്നിട്ടായിരിക്കും അവരുടെ കുടുംബത്തിന് വരുമാനം ഉയർത്താൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള എന്താ പറയുന്നത്, ഈ മൈൻസിലും ഇത്തരത്തിലുള്ള കൽക്കരി പാടത്തിലും പെട്രോളിയം ഖനിയിലൊന്നും ചെയ്തുള്ള ജോലികളൊന്നും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നതല്ല. The poverty and the social stigma of the certain constraint of the path of the eradication of this problem, apart from the lack of will. All effort of government, all various levels of would provide a future unless willingness and awareness to get rid of the social challenges come from within. Dr. Abdul Kalam dream to develop India 2020 can be achieved only when the children who are the future of the country are secured and protected from being exploited. അതായത് ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ഒരു ഡ്രീം ഓഫ് ഡെവലപ്ഡ് ഓഫ് ഇന്ത്യ 2020 എന്ന് പറയുന്നൊരു ആശയമുണ്ട്. ഈ ആശയത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികളാണ് ഭാവിയിലെ പൗരന്മാർ. അപ്പോൾ അവരാണ് നമ്മൾ ഇന്ത്യയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചെടുക്കുന്ന, അവരുടെ ഈസ് ദ ഹാൻഡ് ഓഫ് ദി ചിൽഡ്രൻ ആൾസോ, അവരുടെ കയ്യിലൂടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പരമാവധി സംരക്ഷിച്ച് ചൂഷണത്തിൽ നിന്ന് അവരെ പരമാവധി സംരക്ഷിക്കുക. ചൂഷണത്തിന് വിധേയരായി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലെ പൗരന്മാരെ എത്തിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അവരെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കും. എന്ന് വെച്ചാൽ അവരുടെ വരുമാനം ഇവരിലൂടെ നേടിയെടുക്കണം എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്, ഒരു പ്രത്യേക സമയ സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാവൂ എന്ന് എടുത്തു പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ. ദ ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി ഡിപ്രൈവ്ഡ് ടു റൈറ്റ് ടു എൻജോയ്, അതായത് റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അവർക്ക് യാതൊരു കാരണവശാലും അവർ പഠിക്കാൻ 6 മുതൽ 14 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, അവർ പഠിക്കേണ്ടതും എൻജോയ് ചെയ്യേണ്ടതും അറിവ് വർദ്ധിപ്പിക്കേണ്ടതുമായിട്ടുള്ള അനുഭവങ്ങൾ നേടിയെടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇത് പഠിക്കാതെയും സ്കൂളിൽ പോകാതെയും ഇരുന്ന് തൻ്റെ എന്താ പറയുക, താൻ ഇത്തരമുള്ള ഖനികളിലും മറ്റുമൊക്കെ ജോലി ചെയ്ത് എൻ്റെ അറിവ് നേടേണ്ട കാലഘട്ടത്തിൽ ഞാൻ ജോലി ചെയ്യുന്നു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുക. ഇതാണ് ഓൾ ആൻഡ് ഓൾ ഇതുകൊണ്ട് ചൈൽഡ് ലേബറുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ഒഴിവാക്കുക, പ്രൊഹിബിറ്റ് കൃത്യമായിട്ടും ഹസാർഡ്സ് ഓഫ് മൈൻഡ്സിലുള്ള വർക്കിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇതാണ് നിർദ്ദേശക തത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള ആശയങ്ങളെ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, സാമൂഹ്യ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അതൊന്നും കഴിയത്തില്ല. ദെൻ സ്റ്റാറ്റസ് ഓഫ് വിമൻ, നമുക്കറിയാലോ, പണ്ട് നമുക്കറിയാം ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു രാജ്യത്തെ നമ്മളിപ്പോൾ ഏത് രാജ്യത്തെയും നോക്കുമ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ പദവി, സ്ത്രീകളുടെ തൊഴിൽ, സ്ത്രീകളുടെ മാന്യത അനുസരിച്ച് നമുക്ക് പറയാം ആ രാജ്യം എത്രത്തോളം വികസിതമാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയെ പോലുള്ള ഒരു രാഷ്ട്രം ഇന്നും ഒരു ഡെവലപ്പിംഗ് ആയി തുടരുന്നതിൻ്റെ പിന്നിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്നും പലപ്പോഴും പല സ്ത്രീകളും സമൂഹത്തിൽ മാന്യമായിട്ടുള്ള ഒരു പവറോ പൊസിഷൻസിലോ ഇന്ന് എത്തിച്ചേരുന്നില്ല. അപ്പോൾ അതിലുള്ളൊരു മാറ്റം നമ്മൾ വരുത്തണം. അവർക്ക് ഫ്രീലി ആയിട്ട് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അവരും ദേ ബിക്കേം ഓൾസോ കോൺട്രിബ്യൂട്ട് യുവർ സൊസൈറ്റി ആൾസോ, വി ഓൾവേസ് നോ ദാറ്റ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഒരു സർക്കാർ, ഒരു ഗവൺമെൻറ്റിന് കഴിയണം. അതാണ് ആ ഒരു രാജ്യം മാത്രമേ ഡെവലപ്ഡ് ആകുകയുള്ളൂ. അത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് തുടരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യ ഒരു വികസിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്, വികസ്വരം അല്ല, വികസിത രാഷ്ട്രമാണ്. വികസിച്ച് കഴിഞ്ഞു എന്ന് പറയത്തില്ല, ഡെവലപ്ഡ് അല്ല, developing. So Indian society basically is the male dominated society in which father has been head of the family and mother position has been subordinated to him. The position of the women in such a system is naturally weak. Women have been suffering the great deal to according to the cruel social customs and religious practices like parda and dowry, etc. Women as an integral part of the account of the 495% point of the 74 million and represent 48.3% of the country's total population as per the 2001 census. Necessity the rising, the status and education of the women has been already been stressed in your constitution through the fundamental rights and various directive principle of the state policy. They have been provided with the right to an adequate means of livelihood and equal pay with that man or for their work. Women workers, they have been also been provided for the health care and maternity relief. So
അപ്പോൾ ഇവർ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം മെയിൽ ഡോമിനൻ്റ് ആയിട്ടൊരു സൊസൈറ്റിയാണ്. പുരുഷാധിപത്യം, സ്ത്രീകൾ വീക്കാണ് അല്ല. അപ്പോൾ അതിനെ നമുക്ക് ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ള അവസ്ഥയിലേക്ക് വേണമെങ്കിൽ പറയാം. സോഷ്യോളജി നിങ്ങൾ പഠിക്കും എന്താണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് ആക്ച്വലി. അപ്പോൾ പുരുഷന് മാത്രമേ ഈ ജോലി ചെയ്യാൻ പറ്റൂ, നീ അവിടെ ആ ജോലി ചെയ്യാൻ പോകരുത്, നീ പഠിക്കാൻ പോകരുത്, നീ വീട്ടിലിരിക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇന്ത്യ ഈസ് ഓൾവേസ് മെയിൽ ഡോമിനേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകൾ എങ്ങനെ മാറും? ദ ഫാദർ ഹാസ് ബീൻ ഹെഡ് ഓഫ് ദ ഫാമിലി. നമ്മുടെ ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാദറാണ് ഫാമിലിയുടെ ഹെഡാണോ ഇപ്പോൾ? നൗ വി ഹാവ് ഓൾവേസ് ചേഞ്ച് ആൾസോ. ഒരു മദേഴ്സ് പൊസിഷൻ ഹാസ് ബീൻ മദർ എന്ന് പറയുമ്പോൾ ഫാദറിൻ്റെ ഒരു സബോർഡിനേറ്റഡ് ആണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വളരെ മാറ്റം സംഭവിച്ചു. നമ്മളൊരു സബോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ പോകും എന്നുള്ളതാണ് അല്ലേ. ഇനി നോക്കൂ, ദ പൊസിഷൻ ഓഫ് വിമൻ ഇൻ ദ സിസ്റ്റം. അപ്പം നമ്മൾ വിമൻസിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണ്? സിസ്റ്റം ഇസ് നാച്ചുറലി വീക്കാണ് അല്ല. വിമൻസിന് ഇപ്പോൾ ഒരു മൈൻസിൽ പോയി ജോലി എടുക്കാൻ കഴിയില്ല, ഇല്ലെങ്കിൽ ഈ ഒരു ട്രെയിനറായിട്ട് പോകാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അത് മെൻ ആണ്. ഇപ്പോൾ രാത്രി സഞ്ചാരത്തിന് പോകാൻ കഴിയത്തില്ല, എവിടെയെങ്കിലും പോകാൻ കഴിയില്ല. കാര്യം അതൊന്നും പ്രൊഹിബിറ്റഡ് ആണ്, അതൊന്നും പോയിക്കൂടാ. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും നിയമപരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ പോകാൻ പാടില്ല എന്ന്? ഇല്ല, നമുക്ക് എവിടെ വേണോ പോകാം. ബിക്കോസ് അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ബിക്കോസ് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്, നമ്മൾ സെറ്റപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ് അതാണ്. അപ്പോൾ അങ്ങനെ നിലവാരത്തിൽ തന്നെ നമ്മൾ ഈ ജീവിതം ഇനിയും തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ ഇന്ത്യയുടെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ ശോചനീയമായിട്ടുള്ളൊരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ കടക്കാം. ഓക്കെ. അപ്പോൾ നോക്കൂ, വിമൻ ഹാവ് ബീൻ സഫറിങ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് അക്കൗണ്ട് ഓഫ് ക്രൂഷ്യൽ സോഷ്യൽ കസ്റ്റംസ്. അറിയാലോ, അതായത് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് കാലഘട്ടത്തിൽ ബിഫോർ 19th century ബിഫോർ, അതായത് 19ാം നൂറ്റാണ്ടിൻ്റെ പിന്നിൽ നമ്മൾ ഒരുപാട് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ്, സോഷ്യൽ സഫറിങ് വി ഹാവ് ടു ഫേസ്, എസ്പെഷ്യലി വിമൻ. പർദ സിസ്റ്റം, സതി സിസ്റ്റം അല്ലേ, ഇത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ ഇൻജസ്റ്റിസ് ഡീൽ ടു അക്കൗണ്ട് ഓഫ് ദ സോഷ്യൽ കസ്റ്റംസ്, മാനേഴ്സ്, റിലീജിയസ് പ്രാക്ടീസ് ലൈക്ക് പർദ ആൻഡ് ഡൗറീസ്, സ്ത്രീധനം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്നു. ഇതിനൊക്കെ മാറ്റം സംഭവിക്കണം, ഇതൊക്കെ മാറ്റിക്കൊണ്ട് വരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ വിമൻ ഹാസ് ബീൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ്, നമുക്കറിയാലോ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ദേശീയ വരുമാനത്തിലും സാമ്പത്തിക വരുമാനം എടുക്കുകയാണ് ഇന്റഗ്രൽ പാർട്ടാണ്. അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ജീവിതമുണ്ടോ? ഇല്ല. പക്ഷേ അക്കൗണ്ട് ഓഫ് ദ 497.74 million represent the 48.3 of the country. അതായത് 495.74 മില്യൺ ജനങ്ങളുള്ളതിൽ 48.3% ഓഫ് കൺട്രി മാത്രമേ ടോട്ടൽ പോപ്പുലേഷൻ 2001 സെൻസസ് പ്രകാരം വിമന്റെ സാന്നിധ്യമുള്ളൂ. മനസ്സിലായല്ലോ. അതായത് വിമൻ ആസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് അക്കൗണ്ട് ഓഫ് 490.74 മില്യൺ റെപ്രസെന്റ്. അവർ എന്നിട്ട് സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ എത്ര മാത്രമേ ഉള്ളൂ? പല കാര്യങ്ങൾ 48.3% അതിൽ വരുന്നുള്ളൂ. അത് വളരെ വീക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, 2001 സെൻസസ് പ്രകാരം. ഇനി നെസസറി റൈസ് ഇൻ ദ അപ്പോൾ വിദ്യാഭ്യാസ തലത്തിലും മറ്റെല്ലാ തലത്തിലും സ്ത്രീകളുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് വേരിയസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസി ഹാവ് ബീൻ പ്രൊവൈഡ് വിത്ത് റൈറ്റ് ടു ആഡിക്വന്റ് മീൻസ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിലും പറയുന്നുണ്ട് തുല്യനീതിക്ക്, അവസര സമത്വം ഉറപ്പാക്കുക, സാമൂഹിക സമത്വം ഉറപ്പാക്കുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ചു, നമ്മൾ റൈറ്റ് ടു ലീവ്ഹുഡ് ഫോർ മെൻ ആൻഡ് വിമൻ, സ്ത്രീക്കും പുരുഷനും തുല്യമായ ജീവിത സാഹചര്യങ്ങൾ, ജീവിത രീതി ഉറപ്പാക്കുക, അവസര സമത്വം ഉറപ്പാക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പാക്കുക. ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യങ്ങൾ, മെറ്റേണിറ്റി റിലീഫ് ആക്ടുകളും മറ്റുമൊക്കെ ടേക്ക് കെയറിങ്ങും മറ്റും കൊടുക്കുക. Okay, even the fundamental duties stress have been laid on the duty of every citizen of India renounced practice documentary to. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഒരു ഭാഗം കൂടി നമുക്ക് നോക്കാം. മെനി ലോ ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻ ഹാവ് ബീൻ റിസ്റ്റോർഡ് ടു ഡിഗ്നിറ്റി ഓഫ് ദ വിമൻ. ഒരുപാട് ജുഡീഷ്യൽ ലോകളും നിയമങ്ങളും ഒക്കെ തന്നെ സ്ത്രീകളുടെ പദവി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് വരുന്നുണ്ട്. അതിലൊന്നാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് ടു പ്രൊട്ടക്ട് ദെയർ റൈറ്റ്സ് മെഷർ ഹാവ് ബീൻ ടേക്കൻ ടു ഗീവ് ദം ഷെയർ ഇൻ ദ ഫാമിലി പ്രോപ്പർട്ടിയിൽ സ്ത്രീകൾക്ക് പിന്നെ റൈറ്റ്സ് എന്താ പറയുന്നത് ഫാമിലി പ്രോപ്പർട്ടി അനുവദിച്ച് നൽകുക, അവിടെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതൊക്കെ ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ഇവരൊക്കെ അവരുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം. മെനി ലോ ആൻഡ് ജുഡീഷ്യൽ ഡിസിഷൻ റിസോർട്ട് ടു ഡിഗ്നിറ്റി, സ്ത്രീകളുടെ പദവി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ടേക്കൻ ടു ഫാമിലി പ്രോപ്പർട്ടിയിൽ അവർ ഫോർ ദെയർ ഇമാൻസിപ്പേഷൻ ഫ്രം ദ ക്രൂഷ്യൽ പ്രാക്ടീസ് ലൈക്ക് ബ്രൈഡ് ബേണിംഗ് ടു ഡൗറി, വൈഫ് ബീറ്റിംഗ്, സതി എന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു ക്രൂഷ്യൽ പ്രാക്ടീസസ് സ്ത്രീകൾക്കെതിരെ നടപ്പിലാക്കുന്ന വെച്ചാൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള അടിയും തല്ലും വഴക്കും മരണവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സതി പ്രാക്ടീസസുകൾ പല സ്റ്റേറ്റുകൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ന് സ്റ്റിൽ ഈവൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ സ്ത്രീകളെ പിന്നെ പലരെയും എന്താ പറയുന്നത്
മരണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ബീറ്റിങ്, അവർ അടിച്ചു കൊല്ലുക, സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ലോസ് ഹാവ് ബീൻ ഇനാക്റ്റഡ് പ്രൊഹിബിഷൻ ടു ഫീമെയിൽ ഇൻഫാന്റിസൈഡ്, അതായത് പിന്നെ ഭ്രൂണഹത്യ, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്, ഭ്രൂണഹത്യ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ എന്താണ്, അതായത് പെൺഭ്രൂണഹത്യ, പെൺകുട്ടികളാണ് എങ്കിൽ അത്തരത്തിലുള്ള ഭ്രൂണഹത്യ, ഇൻഫാന്റിസൈഡ്, ശിശുക്കളുടെ മരണം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് പിന്നെ ഗേൾ ചൈൽഡ് ആൻഡ് ചൈൽഡ് മാരേജ് എന്ന് വെച്ചാൽ ഇതൊക്കെ പഴയ കാലഘട്ടത്തിൽ ഒന്നേയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് വളരെ കുറവ് ഇപ്പോഴും കാണുന്നുണ്ട്. ചൈൽഡ് മാരേജ് ആർ സം ഓഫ് ദ അതർ മെഷേഴ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദി ഇംപ്രൂവിങ് ദ സ്റ്റാറ്റസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനെയൊക്കെ നമ്മൾ പ്രൊഹിബിഷൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സതി പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു, ഇൻഫാന്റിസൈഡ്, ശിശുഹത്യ, അതുപോലെ തന്നെ ഭ്രൂണഹത്യ, ഇതെല്ലാം നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, നിരോധിച്ചിട്ടുകൊണ്ട് സ്ത്രീകളുടെ സ്റ്റാറ്റസ് ഉയർത്താൻ നമ്മൾ, ഇതാണ് ലോ പോളിസി. പിന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഇതിലൂടെ തന്നെ ഇവരെ സ്റ്റാറ്റസ് ഉയർത്തുന്നുണ്ട്. ദ എംപവർ വിമൻ റിസർവേഷൻ, പിന്നെ അതുപോലെ തന്നെ 74ഉം 73ഉം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്ത്രീകളുടെ എംപവർമെന്റ്, അവരുടെ എംപവർമെന്റ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എംപവർമെന്റ് വിമൻ റിസർവേഷൻ 1/3 ഓഫ് ദി സ്റ്റേറ്റ് ത്രോ, അതായത് 1/3 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അല്ല, 1/3, 3/1% സ്ത്രീകളുടെ റിസർവേഷൻ ഉറപ്പാക്കുന്നുണ്ട്. പിന്നെ 73ഉം 74ഉം ഭരണഘടനാ ആക്ടുകളിലും 1991, 1992 ദം ഹാസ് ബീൻ മേഡ് ദ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി, പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അവരുടെ റിസർവേഷൻ 1/3 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ദെൻ ദർ ഈസ് എ സിമിലർ പ്രപ്പോസൽ ടു റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫ്രം ടു പാർലമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, പാർലമെന്റിലും റിസർവേഷൻ ഉറപ്പാക്കുന്നുണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും സ്ത്രീകളുടെ റിസർവേഷൻ ഉറപ്പാക്കുന്നുണ്ട്. സ്ത്രീ സാന്നിധ്യം ഇപ്പോൾ കൂടുതലുണ്ട്, റിസർവേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്ത്രീകളുടെ പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നതാണ്. ഇനി ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയെ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാണ്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കി പോവാം, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെയിൻ പോയിന്റുകളേക്ക്. ഇനി നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ മെയിൻ ആയിട്ടുള്ള എല്ലാ പിന്നെ പ്രിൻസിപ്പിൾസുകളും കോൺസെപ്റ്റുകളും ഒക്കെ തന്നെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുകയാണ്, നമ്മളിതിനെ വിശകലനം ചെയ്ത് നോക്കുകയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ന് നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ബെറ്റർ ഇമ്പ്രൂവ്മെൻറ്റുകളോ ഇമ്പ്രൂവ്മെൻറ്റുകൾ ഉണ്ടാകാൻ സാധ്യമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പാക്കുന്നതിലൂടെ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതെല്ലാം മെയിൻ പോയിന്റുകളിലേക്ക് നമ്മൾ കടക്കാണ്. സം ഓഫ് ദ സ്റ്റെപ്സ് ടേക്കൺ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദീസ് ലിസ്റ്റഡ് ബിലോ, ചില സ്റ്റെപ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ സാമ്പത്തിക സാമൂഹിക നീതിയും മറ്റുമൊക്കെ തന്നെ ഉറപ്പാക്കുന്നതിൽ നിർദ്ദേശിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ലാൻഡ് റിഫോംസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ജാഗിർദാരി ആൻഡ് സെമിന്ദാരി സിസ്റ്റം ഹാസ് ബീൻ അബോളിഷ്ഡ്. അപ്പോൾ നമ്മൾ സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ജാഗിർദാരി, സെമിന്ദാരി സിസ്റ്റം, ഇത്തരത്തിലുള്ള ലാൻഡ് റിഫോംസ് ആക്ടുകളൊക്കെ തന്നെ എന്ത് ചെയ്തു, നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കാം. നെക്സ്റ്റ് വരുന്നത് ദർ ഹാവ് ബീൻ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ട്രമൻഡസ് ഇൻക്രീസ് ഇൻ ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ത്രൂ ദ ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തു എം.എസ്. സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ. അങ്ങനെ വ്യവസായിക വിപ്ലവവും ഹരിത വിപ്ലവവും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ കോട്ടേജ് ഇൻഡസ്ട്രീസിൽ നിന്നും കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ കൂട്ടത്തിലാണ് ഇതും വരുന്നത്. അപ്പോൾ അതിലൂടെ തന്നെ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ട്രേഡ് യൂണിയനും തൊഴിലാളികളുടെയും മെറ്റേണിറ്റി റിലീഫ് ആക്ട് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇതിലൂടെ അതായത് സമൂഹത്തിലെ സാമ്പത്തികമായ പരാധീനതകൾ അനുഭവപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് തൊഴിൽ സുരക്ഷിതത്വവും, അൺഎംപ്ലോയ്മെന്റുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അൺഎംപ്ലോയ്ഡ് അനുഭവിക്കുന്നവർക്കും തൊഴിലാളികൾക്കുമൊക്കെ തൊഴിൽ സുരക്ഷിതത്വവും സാമ്പത്തിക സുരക്ഷിതത്വവും ഒക്കെ ഇതിലൂടെ ഉറപ്പാക്കും. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ട്രമൻഡസ് ഇൻക്രീസ് ഇൻ ദ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ത്രൂ ദ. അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് വ്യവസായ വിപ്ലവത്തിനും ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ റവല്യൂഷൻ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഹരിത വിപ്ലവത്തിനും ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കിയാണ് പോളിസീസുകൾ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ പ്രിൻസിപ്പിള് നമ്മൾ അപ്ലൈ ചെയ്ത് വിജയിച്ചവയാണ്. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ വെൽഫെയർ ഓഫ് വിമൻ ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്. പിന്നെ അറിയാം നാഷണൽ കമ്മീഷൻ ഓഫ് വിമൻ എന്നറിയപ്പെടുന്നത് വനിതകളുടെ ക്ഷേമവും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പോലെ ദേശീയ വനിതാ കമ്മീഷൻ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. Ceilings has been placed on land and property fixed in the limit of person holding. അതായത് പ്രോപ്പർട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടി ഫിക്സ് ദ ലിമിറ്റ് ഓഫ് പേഴ്സൺ ഹോൾഡിംഗ്. കുറച്ച് പേരുടെ കയ്യിൽ മാത്രം സമ്പത്ത് ഉടങ്ങി കൂടാതെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി, അതാണ് പേഴ്സണൽ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് സെല്ലിങ്സ് ഹാസ് ബീൻ പ്ലേസ്ഡ് ഓൺ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ടു ഫിക്സ് ദ ലിമിറ്റ് ഓഫ് ദ പേഴ്സണൽ ബിലോങ്നെസ്.